കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ എക്കാലത്തും ചർച്ചാവിഷയമാകാറുള്ള വ്യക്തിത്വമാണ് എസ്.എൻ.ഡി.പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെയും സമുദായ സമവാക്യങ്ങളെയും സ്വാധീനിക്കാറുണ്ട്. അടുത്തിടെ ശബരിമല വിഷയത്തിലും കേരളത്തിലെ ഭരണ പ്രതിപക്ഷ പ്രവർത്തനങ്ങളിലും അദ്ദേഹം നടത്തിയ നിരീക്ഷണങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സർക്കാർ സ്വീകരിക്കേണ്ട നിലപാടിനെ കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടാണ് വെള്ളാപ്പള്ളി നടേശൻ പങ്കുവച്ചത്. ശബരിമലയിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതേപടി തുടരണമെന്നും സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാർ അനാവശ്യമായ ധൃതി കാണിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശബരിമല വിഷയത്തെ കേവലം ഒരു ആചാരപരമായ പ്രശ്നമായിട്ടല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ ആയുധമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തന്ത്രിയും മാറും മന്ത്രിയും മാറും എന്ന അദ്ദേഹത്തിന്റെ പരാമർശം ശ്രദ്ധേയമാണ്. ഇതിലൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് അധികാര മാറ്റങ്ങൾക്കനുസരിച്ച് നിലപാടുകളിൽ മാറ്റം വരുമെന്നാണ്. ശബരിമല വിഷയത്തെ ഒരു വികാരപരമായ വിഷയമാക്കി മാറ്റുന്നതിൽ UDF വലിയ വിജയം കണ്ടുവെന്നും എന്നാൽ അതിനെ പ്രതിരോധിക്കുന്നതിൽ ഇടതുമുന്നണി പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. ശബരിമല വിഷയത്തിലെ മാർക്കറ്റിംഗിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി ബഹുദൂരം മുന്നിലാണെന്ന നിരീക്ഷണം ഭരണപക്ഷത്തിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. കേരളത്തിലെ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്ന ഒരാളാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. എന്നാൽ അവർക്ക് പൂർണ്ണ പിന്തുണയുമായി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തി. വീണ ജോർജ് അങ്ങേയറ്റം കഴിവും മിടുക്കുമുള്ള ഒരു സ്ത്രീയാണെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഭരണപരമായ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഒരു വ്യക്തിയുടെ മേൽ മാത്രം കെട്ടിവെക്കുന്നത് ശരിയായ പ്രവണതയല്ല. ആരോഗ്യവകുപ്പിലെ ഏതെങ്കിലും പിഴവുകൾ മന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്തുന്ന രാഷ്ട്രീയ ശൈലിയോട് അദ്ദേഹം വിയോജിക്കുന്നുമുണ്ട്. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നവർ പോലും രാഷ്ട്രീയ ലാഭത്തിനായി ഒരു വനിതാ മന്ത്രിയെ ലക്ഷ്യം വെക്കുന്നത് ശരിയല്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ അദ്ദേഹം നൽകുന്നത്. കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ എന്ന നേതാവിനുള്ള സ്വാധീനത്തെ വെള്ളാപ്പള്ളി അടിവരയിട്ട് ഉറപ്പിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ലെന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്. CPM എന്ന പാർട്ടിയെ എഴുതിത്തള്ളാൻ സമയമായിട്ടില്ലെന്നും അവരുടെ അടിത്തറ ഭദ്രമാണെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം പല മേഖലകളിലും ഉണ്ടെങ്കിലും കൃത്യമായ സംഘടനാ സംവിധാനത്തിലൂടെ CPM-ന് തിരിച്ചു വരാൻ കഴിയുമെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചത്. സതീശന്റെ മുഖം കണ്ട് ആരും വോട്ട് ചെയ്യുമെന്ന് കരുതരുത് എന്ന പ്രസ്താവന പ്രതിപക്ഷ നേതൃത്വത്തോടുള്ള അദ്ദേഹത്തിന്റെ കടുത്ത അതൃപ്തിയാണ് വ്യക്തമാക്കുന്നത്. UDF-നെ നയിക്കുന്നത് സതീശനാണെന്ന് പുറമേ തോന്നുമെങ്കിലും അതിന്റെ യഥാർത്ഥ സൂത്രധാരന്മാർ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെയാണെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. UDF-ന്റെ പ്രചാരണ ജാഥകളെയും പ്രവർത്തനങ്ങളെയും പിന്നിൽ നിന്ന് നയിക്കുന്നത് ഈ രണ്ട് നേതാക്കളാണെന്നും സതീശൻ വെറും ഒരു മുഖം മാത്രമാണെന്നുമാണ് വെള്ളാപ്പള്ളിയുടെ പക്ഷം. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരുകളും നേതൃത്വപരമായ തർക്കങ്ങളും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDF-ന് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. തനിക്കെതിരെ ഉയർന്നു വന്ന മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുകളെക്കുറിച്ച് വെള്ളാപ്പള്ളിക്ക് പറയാനുള്ളത് തന്റെ നിരപരാധിത്വത്തെക്കുറിച്ചാണ്. ആരോപണങ്ങൾ ഉന്നയിക്കാൻ ആർക്കും അവകാശമുണ്ട്, എന്നാൽ അവ തെളിയിക്കാനുള്ള ബാധ്യത ഉന്നയിക്കുന്നവർക്കുമുണ്ട്. താൻ ഒരു രൂപയുടെ പോലും അഴിമതി നടത്തിയിട്ടില്ലെന്നും ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെല്ലാം കല്ലുവെച്ച പച്ചക്കള്ളങ്ങളാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. മൈക്രോ ഫിനാൻസ് കേസിൽ താൻ ശിക്ഷിക്കപ്പെടുമെന്നത് രാഷ്ട്രീയ എതിരാളികളുടെ വ്യാമോഹം മാത്രമാണെന്നും നിയമവ്യവസ്ഥയിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് താൻ വീണ്ടും മത്സരിക്കുമെന്നും വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുമുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം തന്റെ അനുയായികൾക്കിടയിലുള്ള സ്വാധീനം വ്യക്തമാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ SNDP യോഗത്തിന് യാതൊരുവിധ ആശങ്കകളുമില്ലെന്ന് വെള്ളാപ്പള്ളി ആവർത്തിക്കുന്നുണ്ട്. സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവർക്കൊപ്പം നിൽക്കുക എന്നതാണ് സംഘടനയുടെ പ്രഖ്യാപിത നയം. ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ നിർണായകമായ കേരളത്തിലെ മണ്ഡലങ്ങളിൽ SNDP-യുടെ നിലപാട് രാഷ്ട്രീയ പാർട്ടികൾക്കും എന്നും പേടിസ്വപ്നമാണ്. താൻ നയിക്കുന്ന സംഘടനയുടെ കെട്ടുറപ്പിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും എതിരാളികളുടെ കുപ്രചരണങ്ങൾ സംഘടനയെ ബാധിക്കില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ ഈ പ്രസ്താവനകൾ കേരള രാഷ്ട്രീയത്തിലെ വരാനിരിക്കുന്ന മാറ്റങ്ങളുടെ സൂചനയാണ്. ശബരിമല വിഷയത്തിലെ നിലപാട് മാറ്റം, പിണറായി സർക്കാരിനോടുള്ള മൃദു സമീപനം, പ്രതിപക്ഷത്തോടുള്ള കടുത്ത വിയോജിപ്പ് എന്നിവയെല്ലാം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കും. ഭരണപക്ഷത്തെ പിന്തുണയ്ക്കുകയും അതേസമയം തന്നെ ചില വിഷയങ്ങളിൽ തിരുത്തലുകൾ ആവശ്യപ്പെടുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ശൈലി തന്ത്രപരമായ ഒരു രാഷ്ട്രീയ നീക്കമായി വേണം കരുതാൻ. സ്വന്തം സംഘടനയ്ക്കുള്ളിലെ വെല്ലുവിളികളെ അതിജീവിക്കാനും രാഷ്ട്രീയമായി തന്റെ പ്രസക്തി നിലനിർത്താനും വെള്ളാപ്പള്ളി നടേശന് ഇപ്പോഴും കഴിയുന്നു എന്നതാണ് ഈ പ്രസ്താവനകളിലൂടെ തെളിയുന്നത്. ആരോപണങ്ങളെ പുച്ഛിച്ചു തള്ളുന്നതും അധികാര കേന്ദ്രങ്ങളെ പിന്തുണയ്ക്കുന്നതും അദ്ദേഹത്തിന്റെ പതിവ് ശൈലിയാണെങ്കിൽ ഇത്തവണത്തെ നിരീക്ഷണങ്ങളിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച കൃത്യമായ സൂചനകൾ അടങ്ങിയിരിക്കുന്നുണ്ട്.